ഹായ് ഗൈസ്. പൊതു സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ചും ബസ്സിൽ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ, ചില ഞാനന്മാരുടെ നിന്ന് പലപ്പോഴും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത സ്ത്രീകൾ ചുരുക്കമാണെന്ന് തന്നെ പറയാം. പക്ഷേ നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ പതുക്കെ ഒന്ന് മുമ്പോട്ട് നീങ്ങി നിൽക്കാൻ അയാൾ പറഞ്ഞു നോക്കണം. സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഒച്ചയെടുക്കും. എങ്ങനെ, വലിയ തിരക്കൊന്നുമില്ലല്ലോ, നിങ്ങൾ എന്തിനിങ്ങനെ തിരക്ക് കൂട്ടുന്നത്, നിൽക്കാൻ പോലും നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ, അങ്ങോട്ട് നീങ്ങിന്നേ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ മുമ്പോട്ട് നീങ്ങി തന്നെ നിൽക്കും. സോഷ്യൽ മീഡിയ എന്ന് വന്നോ, റീൽസ് എടുത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഇതുപോലെ കാട്ടിക്കൂട്ടലുകൾ ഒരുപാടാണ്. അയാൾ മര്യാദയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന അയാളെ അങ്ങോട്ട് ചെന്ന് മുട്ടി വീഡിയോ പിടിച്ചു. സത്യത്തിൽ ഞാൻ ആ വീഡിയോ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല, അത് ഒരുപാട് പേര് ഇട്ടിരിക്കുന്നുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. അയാൾ ഇറങ്ങി പോകുമ്പോൾ കുറച്ചുകൂടി വീഡിയോ പിടിക്കാമായിരുന്നു, പോകണ്ടായിരുന്നു അയാൾ, അശ്ശോ എന്നുള്ളൊരു മട്ടിൽ ഈ സ്ത്രീ നിൽക്കുന്നത് നമുക്ക് കാണാം പല വീഡിയോയിലും ശ്രദ്ധിച്ചാൽ. അപ്പോൾ റീൽസ് എടുത്ത് റീച്ച് കൂട്ടാൻ വേണ്ടി ഒരാളെ കൊലയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ആസ്വദിക്കാൻ നിങ്ങളുടെ വീട്ടിലിരിക്കുകയാണോ? നിങ്ങൾ പോയി ഉണ്ടെന്ന് കഴിയാനല്ലേ പറ്റുള്ളൂ. റീൽസ് എടുക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം. നമുക്ക് ബസ്സിൽ കയറി നമുക്ക് ഒരാളുടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടായാൽ തീർച്ചയായിട്ടും മാന്യമായിട്ട് ഒച്ചയെടുത്ത് നമ്മൾ സംസാരിക്കുക. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ മറ്റുള്ളവരുടെ ശ്രദ്ധ അയാളിലേക്ക് വരുന്നത് കാണുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ട് ഒഴിഞ്ഞു പോയിക്കോളും. ഇത് കരുതി കൂടി വീഡിയോ ഓൺ ചെയ്ത് ഈ സ്ത്രീക്ക് പോലും അല്ല ആ ബുദ്ധിമുട്ടുണ്ടായത്, ഫ്രണ്ടിലിരിക്കുന്ന സ്ത്രീക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് ഇവർക്ക് ഇത്ര സങ്കടം ഉണ്ടാക്കിയോ? അയ്യോ ഭയങ്കര കഷ്ടമായിപ്പോയി. ആ സ്ത്രീ ഒന്നും മിണ്ടുന്നില്ല, അവർ പ്രതികരിക്കുന്നില്ല, കാരണം അയാളെ കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ താങ്കൾ മനഃപൂർവ്വം വീഡിയോ എടുത്ത് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെ കരുതിക്കൂട്ടി ഇത് ചെയ്തെന്ന് തന്നെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെയല്ലടോ റീൽസിനെ റീച്ച് കൂട്ടാൻ ഇങ്ങനെയൊന്നും ഉപായം പ്രയോഗിക്കേണ്ട കാര്യമില്ല. നല്ല വീഡിയോ കാണുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും അതിനെ അക്സെപ്റ്റ് ചെയ്തോളും. അതിന് നമ്മൾ വളഞ്ഞ വഴി പ്രയോഗിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു കുടുംബത്തിൽ ഒരു പാവപ്പെട്ട അച്ഛനെയും അമ്മയും ഒന്നും അല്ലാതാക്കി കളഞ്ഞ് അയാളുടെ ജീവൻ എടുക്കേണ്ട നിലയിൽ കൊണ്ടെത്തിച്ചപ്പോൾ തനിക്ക് എന്ത് കിട്ടിയടോ? താനിനി അഴിയണില്ലേ? ഭയങ്കര കഷ്ടമാണ്. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചെല്ലും. അവർ ചെല്ലുന്നത് ഇവരെ സന്തോഷിപ്പിക്കാനാണ്. പക്ഷേ പെട്ടെന്ന് ചെന്ന് കുറേ കാര്യങ്ങൾ, നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പം ഈ ആൾക്കാർ പെട്ടെന്ന് അവർ കുറച്ച് സമയം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ, എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കും. പക്ഷേ അത്രയും സമയം അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഒരുപാട് വലുതാണ്. അങ്ങനെ നമ്മൾ റീൽസ് എടുക്കുമ്പോൾ നമ്മൾ അത് എന്താ പറയുക, അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാം. അത് കുറച്ച് ഒരു മയപ്പെടുത്തിയിട്ട് വേണം. പക്ഷേ ഈ ചെയ്ത തൊട്ട് ശരിയല്ല. ഒരച്ഛൻ്റെ അമ്മയുടെയും കണ്ണുനീര്, അവർക്കാകെ ഒറ്റ മകനാണുള്ളത്, അതിനെ ഇല്ലാതാക്കിയ ഈ റീൽസ് മുഖേന നീ ഇനി എന്തൊക്കെ അനുഭവിക്കാമോ അതൊക്കെ അനുഭവിച്ച് തന്നെ ജീവിക്കും. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള മട്ടിലായിപ്പോയ ജീവിതം അല്ലേ? റീൽസ് കൊണ്ടുവന്നേക്കുന്നു. റീൽസ് ഒരാളുടെ ജീവൻ ഇത് പോകത്തക്ക രീതിയിൽ അയാളെ അപകീർത്തിപ്പെടുത്തിയിട്ട് ന്യായീകരിക്കുന്നു. എവിടുത്തെ ന്യായമാണിത്? ഇനി വരുന്നിടത്ത് വെച്ച് അനുഭവിച്ചോ.